ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാറിന് എന്തൊക്കെ കഷ്ണങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. അതായത് പച്ചക്കായ എടുത്തിട്ടുണ്ട്, വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, മുളക്, പിന്നെ ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയും സാധനം ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുശേഷം വേറെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, എന്ത് പച്ചക്കറി വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതിന്. അതിനുശേഷം ഒരു പാനിൽ കുറച്ച് തേങ്ങ, അതായത് അരമുറി തേങ്ങയോ അല്ലെങ്കിൽ ഒരു തേങ്ങയോ നിങ്ങൾക്ക് എത്ര സാമ്പാറിന് ആവശ്യമുണ്ട് അത്ര തേങ്ങ ചിരകിയെടുത്തിട്ട് ഒരു പാനിലിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഗോൾഡ് കളറാവണം, നല്ല ഡാർക്ക് ഗോൾഡൻ കളറാവുന്നവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി അതിലോട്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഇട്ട് നല്ല സ്മെല്ലായിരിക്കും, അതുകൊണ്ടാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി ഇടുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഇടുന്നില്ല, ഇതിൽ മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ, അതായത് കോക്കനട്ട് ഓയിൽ ഇട്ടിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണം. അതായത് നല്ലപോലെ ഗോൾഡൻ കളർ വരുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല രീതിയിൽ ഒരു കാര്യം വിട്ടുപോയി, ഇതിൽ ജീരകവും പിന്നെ ഉലുവയും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ, 2-3 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ച മണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഇവിടെ അധികം, അതായത് കണ്ണൂർ സ്റ്റൈലാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ. അപ്പോൾ ഇവർ അധികമായിട്ട് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് മല്ലിപ്പൊടി അധികമായിട്ട് ഇടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നല്ല കഷ്ണങ്ങളെല്ലാം നല്ല രീതിയിൽ അരിഞ്ഞെടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇടുക. കുക്കറിൽ നമ്മൾ കുറച്ച് മാത്രം പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കഷ്ണങ്ങളും ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അടച്ച് നമ്മൾ കുക്കറിൽ അടച്ച് വെക്കുക. എന്നിട്ട് അടുപ്പിൽ വെക്കുക. അടുപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റവിൽ വെക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലപോലെ നൈസായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അടുപ്പത്ത് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അത് ഒരു വിസിൽ വന്നാൽ മതി. അതിനുശേഷം എടുത്തിട്ട് ആ നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അത് നമ്മൾ കുലുക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് അതിൽ തന്നെ. നല്ലപോലെ കുലുക്കിയിട്ട്, അതായത് ഫുള്ളായിട്ട് നമ്മൾ അതിൽ തന്നെ അരവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അത് അരവിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശരിയായിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് ഓണാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ വേറെ തന്നെ ഒരു ചീഞ്ചട്ടിയിൽ വെണ്ടക്ക മാത്രം വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് അധികം വെന്ത് പോകരുത്, അതുകൊണ്ടാണ്. ആദ്യം വിസിൽ വന്ന് ഞാൻ എടുത്തില്ല, അതുകൊണ്ട് ഇത് വേവിച്ച് വെച്ചതാണ്. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതും കൂടി അതിലിട്ട് കൊടുത്തിട്ട് അതിന് ശേഷം കുറച്ച് പുളി എടുത്ത് വെക്കണം. കുറച്ച് പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം അതിൽ ഒഴിച്ച് കൊടുക്കുക. പുളി രസത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ശേഷം
നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഫുള്ളായിട്ട് നല്ല രീതിയിൽ യോജിച്ച് കൊടുക്കുക. ഇപ്പോൾ സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി ഫുള്ളായിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ പതച്ച് വരണം. അതിൻ്റെ മണം മാറി വരണം, അരവിൻ്റെ പച്ചമണം. അതിന് ശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും കടുകും, അതിന് ശേഷം സാമ്പാർ പൊടി. നമുക്ക് ഈസ്റ്ററിൻ്റെ ഞങ്ങൾ യൂസ് ആക്കുന്നത് ഈസ്റ്ററിൻ്റെ സാമ്പാർ പൊടിയാണ്. നല്ല അടിപൊളി സാമ്പാർ പൊടിയാണ്. അതും ഇട്ട് കൊടുക്കുക. അതായത് ചീഞ്ചട്ടി നല്ലോണം ചൂടായി വന്നിട്ട് ശേഷം തന്നെ ഇതെല്ലാം ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ സാധനങ്ങൾ: വെളിച്ചെണ്ണ, പിന്നെ കടുക്, ഇത് കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്ര ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. താഴെ കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഞാൻ കുഞ്ഞിനോട് പറയാം മാറി അങ്ങോട്ട് പോടുകയെന്ന്. അത് തിരക്കില്ലേ, അതുകൊണ്ടാണ്. ഇതാണ് ഈസ്റ്ററിൻ്റെ എൻ്റെ സാമ്പാർ പൊടി. നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടും. അപ്പോൾ പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് അതെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരിക്കൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഉപ്പ് നോക്കുക വേണമെങ്കിൽ. അപ്പോൾ ഇതാണ് സാമ്പാർ, നല്ല അടിപൊളി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്. ഇഷ്ടപ്പെട്ട